ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിഫയുടെ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഖത്തറിൽ നടന്ന ഒരു ഇവൻ്റാണ്. അതായത് ഇതിൽ ഫിഫയുടെ യൂഷ്വലി ഉള്ള സോവനീർസ്, അതേപോലെ തന്നെ ജേഴ്സീസ്, ലെജൻഡറി പ്ലെയേഴ്സിൻ്റെ ഓരോ അംഗീകാരങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇതിൽ നമ്മുടെ വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യത്തിൻ്റെയും ജേഴ്സീസാണ്, നാഷണൽ ടീം ജേഴ്സീസാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറുഗ്വേയിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ ഓരോ ടൂർണമെൻറ്റ്, ഇറ്റാലിയ, അതേപോലെ കമൻട്രി ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. റേഡിയോ ടൈപ്പ്, എൻ്റെ കറക്റ്റ് നെയിം അറിയില്ല. അതേപോലെ കുറേ ലെജൻഡറി പ്ലേയേഴ്സ് പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ബൂട്ടാണിത്. ആ സമയത്തെ മാഗസിൻസ്, അതേപോലെ തന്നെ ഫിഫയുടെ ടിക്കറ്റാണിത്. പിന്നെ അവിടെയുള്ള കുറച്ച് സോവനീർസ്, മെയിൻലി ഫിഫയായിട്ട് ബന്ധപ്പെട്ട കുറേ സോവനീർസാണ് ഇത് ഇവിടെ വെച്ചത്. ഇത് പണ്ടത്തെ നമ്മൾ ഫിഫ വേൾഡ് കപ്പിൽ യൂസ് ചെയ്ത ഫുട്ബോൾസ്, അതേപോലെ തന്നെ നമ്മളിപ്പുറത്തുള്ളത് നമ്മുടെ ബ്രസീലിൻ്റെ ജേഴ്സിയാണ്. ഇത് നമ്മുടെ ക്യാപ്റ്റൻസ് യൂസ് ചെയ്യുന്ന ബാൻഡാണ്. അതേപോലെ നല്ലൊരു അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും ഓരോ ഇയർലി ആയിട്ടുള്ള ഓരോ ഫിഫയുടെ ശരിക്കും ഒരു ചരിത്രം തന്നെ നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് ജൂൾസ് റിമെഡ് കപ്പാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള ഒരു കപ്പ് തന്നെയാണ്. അതായത് കുറേ തവണ കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടിയ ഒരു കപ്പാണിത്. ഈ ജേഴ്സീസൊക്കെ നമ്മുടെ കൊറിയൻ ബാൻഡായ BTSൻ്റെ ഓരോ മെമ്പേഴ്സിൻ്റെ നെയിം എഴുതിയിട്ടുള്ള ഒരു ജേഴ്സീസാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഇയർലി വൈസ് ഓരോ കൺട്രീസിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പണ്ട് കാലത്തുള്ള ഫുട്ബോൾസ്. ആ കാണുന്ന ജേഴ്സി ഫ്രാൻസിൻ്റെയാണ്. അതേപോലെ അവിടെ മാച്ചിന് യൂസ് ചെയ്ത ഗോൾ കീപ്പേഴ്സ് ചെയ്യുന്ന ഗ്ലൗസ്, ഇതെനിക്ക് തോന്നുന്നു ബ്രസീൽ വെച്ച് നടന്ന ആ ഒരു വേൾഡ് കപ്പിൻ്റെ അവിടെയുള്ള ആ ഒരു ടർഫിൻ്റെ ചെറിയൊരു പോർഷനാണ്. ഈ കാണുന്നത് ഗോൾഡൻ ബോളാണ്. അത് ഡിയാഗോ ഫോർലാൻ, ഉറുഗ്വേ പ്ലെയർ ഡിയാഗോ ഫോർലാന് കിട്ടിയ ഗോൾഡൻ ബോളാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഓരോ ജേഴ്സീസാണ്. ആ ജേഴ്സീസിൽ ഓരോ പ്ലെയേഴ്സിൻ്റെ സിഗ്നേച്ചർ നമുക്ക് കാണാം. ഇത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൻ്റെ എന്തോ ഒരു സോവനീറാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഗോൾ കീപ്പറിൻ്റെ ഈ ഗ്ലൗസാണ്. അതേപോലെ തന്നെ ഷിങ് പാഡ്, പിന്നെ ബൂട്ട്സ്. നമ്മുടെ റൊണാൾഡോ, ബ്രസീലിയൻ പ്ലെയർ റൊണാൾഡോ ആ സമയത്ത് അതായത് ധരിച്ചിരുന്ന ഒരു വേൾഡ് കപ്പിൻ്റെ ജേഴ്സിയാണ്, ഗോൾ കീപ്പർ. ഇത് ഫ്രാൻസിൻ്റെ നമ്മുടെ സിദാൻ്റെ ജേഴ്സിയും, അതേപോലെ സിദാൻ്റെ ഒരു ID കാർഡും ഇവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്തൊക്കെ ഓരോ രാജ്യം, ബ്രസീലിലെ ഹോം ഗ്രൗണ്ട് ജേഴ്സീസ്, അതേപോലെ തന്നെ അങ്ങനെ കുറേ സോവനീർസ് നമ്മുടെ ടീമായ ജർമ്മനീൻ്റെ. അതേപോലെ തന്നെ വേൾഡ് കപ്പിൽ നമുക്ക് യെല്ലോ കാർഡ് കിട്ടുന്ന ഓരോ മെമ്പേഴ്സിൻ്റെ ആ ഒരു പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. യെല്ലോ കാർഡാണത്. ഈ കാണുന്നത് ശരിക്കും നമ്മുടെ കൊറിയൻ ബാൻഡായ നമ്മുടെ BTSലെ ഓരോ മെമ്പേഴ്സിൻ്റെയും നെയിം അടിച്ചുകൊണ്ടുള്ള ജേഴ്സീസാണ്. ഇതിൽ ജിമിൻ, വി, ജങ്കുക്ക്, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പേരും അതേ കൂടെ തന്നെ അവരുടെ സിഗ്നേച്ചറുള്ള ഒരു ജേഴ്സീസാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ, സി യു, പീസ് ഔട്ട്, ബൈ.